CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ CPM-നുള്ളിൽ അതൃപ്തിയും നീരസവും പുകയുന്നു. സംസ്ഥാന സമിതിയിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയ പത്മകുമാറിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ P. ജയരാജനെ ഉൾപ്പെടുത്താത്തതിലെ അതൃപ്തി പങ്കുവച്ച് മകൻ ജയൻ രാജും രംഗത്ത് വന്നു. MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതും ചർച്ചയാകുന്നു. CPM-ന്റെ നയവ്യതിയാനങ്ങളെ ചൊല്ലി സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനങ്ങളോ വിവാദങ്ങളോ ഉണ്ടായില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും പുനഃസംഘടിപ്പിച്ചപ്പോൾ അതൃപ്തിയും അസ്വാരസ്യവും മറനീക്കി പുറത്തുവരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് A. പത്മകുമാർ FB പോസ്റ്റിലൂടെ കടുത്ത പ്രതിഷേധം അറിയിച്ചതാണ് വിമർശനങ്ങളുടെ തുടക്കം. 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ പരിഗണിക്കാതെ 9 വർഷം മാത്രം പാരമ്പര്യമുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതിലെ വിയോജിപ്പ് കടുത്ത ഭാഷയിൽ തന്നെ പത്മകുമാർ പരസ്യമാക്കി. ഇതിനെതിരെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നെങ്കിലും പിന്നീട് പത്മകുമാറിനെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമവും CPM നടത്തിയെന്നതും ശ്രദ്ധേയം. സംസ്ഥാന സമിതിയിലേക്ക് P. ജയരാജനെ ഇക്കുറിയും ഉൾപ്പെടുത്താത്തതിലെ വിമർശനം മകൻ ജയൻ രാജാണ് FB-യിലൂടെ ഉന്നയിച്ചത്. 2019 അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ M. സ്വരാജ് ഇട്ടിരുന്ന വർത്തമാന ഇന്ത്യയിൽ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന പോസ്റ്റ് പങ്കുവച്ചാണ് ജയൻ രാജ് പ്രതിഷേധമറിയിച്ചത്. 28 വർഷമായി സംസ്ഥാന സമിതിയിലുള്ള P. ജയരാജനെ തഴഞ്ഞ് അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ഇടം നേടി എന്ന വിമർശനമാണ് ഉയരുന്നത്. കണ്ണൂരിൽ നിന്ന് പിണറായി വിജയൻ, M. വി. ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, MV ജയരാജൻ എന്നീ 5 നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറിമാർക്ക് അംഗത്വം കിട്ടിയിട്ടും P. ജയരാജനെ തഴഞ്ഞു. ഇപ്പോൾ 72 വയസ്സ് പൂർത്തിയായ P. ജയരാജന് അടുത്ത സമ്മേളനമാകുമ്പോൾ 75 വയസ്സ് പ്രായപരിധി വരികയും അതോടെ പടിയിറങ്ങേണ്ടിയും വരും. മന്ത്രി MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തഴഞ്ഞതും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് N. സുകന്യയും വിമർശന രൂപേണ പോസ്റ്റിട്ടു. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒരു സഖാവാണ് എന്ന ചെഗുവേരയുടെ വാക്കുകളാണ് FB-യിലിട്ടത്. കൂടുതൽ വനിതകൾ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് N. സുകന്യ വിശദീകരിക്കുന്നത്. നേതൃനിരയിലെ തെരഞ്ഞെടുപ്പിലും ഒഴിവാക്കലിലും ഉയരുന്ന വിമർശനങ്ങൾ ചർച്ചയാകുമ്പോൾ നേതാക്കൾ എത്രത്തോളം ഗൗരവത്തോടെ വിഷയം ഉൾക്കൊള്ളുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.